ഈ പ്രേതപേടിയുള്ള അജു ശരിക്കും ആദിയെ പോലൊരു മെന്റലിസ്റ്റിന്റെ കൂടെയൊക്കെ ഷോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ആദിയോട് ചോദിച്ചിട്ടില്ല ഇത് എന്താണ് പ്രേതം എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക് അല്ലത്. ആ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഇൻട്രസ്റ്റ് ആയാലുള്ള പ്രശ്നം നമ്മൾ ഇതിലോട്ട് കൂടുതൽ കിടക്കും. ആ എന്നിട്ട് ഞാൻ ഫസ്റ്റ് ചത്തുപോയാലോ? ഇപ്പൊ ഞാൻ അതിൽ രണ്ട് കാര്യങ്ങൾ, ഉം, ചിലപ്പോൾ എനിക്കറിയാത്തൊരു കാര്യമാണ്, ഉം, അതുണ്ടാവാം. എനർജി ക്യാൻ നീദർ ബി ക്രിയേറ്റഡ് നോട്ട് ഡിസ്ട്രോയിഡ് എന്ന് ആണ് സയൻസ്. ഒരു എനർജിയാണ് നമ്മുടെ ഉള്ളിൽ നമ്മളെ പ്രവർത്തിപ്പിക്കുന്നതെന്നുള്ളതും സയൻസ്. അത് ഇന്ന് വരെ സയൻസിനെ ഡിപിക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ എനർജി കാണാനോ മെഷർ ചെയ്യാനോ പറ്റിയിട്ടില്ല. ആ എനർജി നഷ്ടപ്പെടുമ്പോൾ മനുഷ്യൻ്റെ ആയുസ് തീരുന്നു. ആ എനർജി എവിടെ പോകുന്നു എന്നും കൃത്യമായിട്ട് എനിക്കൊരു ഉത്തരം ഇന്ന് വരെ സയൻസിൽ നിന്ന് തന്നിട്ടില്ല. ഉണ്ടോ? അവർ പരീക്ഷണങ്ങളും വാഗ്വാദങ്ങളും അല്ലേ, ഓരോ തിയറംസും ഉണ്ടാവാം. പക്ഷെ വ്യക്തമായ ഭൂരിപക്ഷം അംഗീകരിച്ച ഒരു തിയറി ഉണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ ആ എനർജി എവിടെയോ അൺഡിസ്ട്രോയിഡ് ആയിട്ടുണ്ട്. അതാണല്ലോ അനൂപേട്ടന്റെ പകൽ നക്ഷത്രത്തിലെ ചോദ്യം. ഇതൊക്കെ പ്രേത സിനിമ എഴുതാൻ കൊള്ളാം. പ്രേതത്തിനെ സ്ഥാപിക്കാൻ ഇത് പോരാ ആണല്ലേ? അതെ, പ്രേത സിനിമ എഴുതാൻ അപ്പം ഓക്കെയാണ്. അനൂപേട്ടന്റെ ചോദ്യം അതാണ്, ഈ ഭൂമി ആരുടെയാണ്? ഉം. മരിച്ചവരുടെ ആണോ ജീവിച്ചിരിക്കുന്നവരുടെ ആണോ? ജീവിച്ചിരിക്കുന്നവരുടെയാണ്. എനിക്ക് അറിയില്ല. ഞങ്ങൾക്കൊക്കെ അറിയാം. അപ്പോൾ ഇനി ഒരിക്കലും